ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ബിഗ് ലേണിംഗിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന SSC CGLന്റെ നോട്ടിഫിക്കേഷൻ SSC ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 17,000-ലധികം വേക്കൻസികളുമായിട്ടാണ് SSC പോലീസ് നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈം ലൈൻസ് ആണ്. ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാസം 24-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവർക്ക് ഡയറക്റ്റ് ഇനിയും പറയാൻ പോകുന്ന പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം വേണം ഈ പറയുന്ന പോസ്റ്റുകളിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 25/7/2024 വരെയാണ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റുള്ള ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ നിങ്ങൾ മാക്സിമം കറക്ഷൻസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാതെ ഇരിക്കുക. കാര്യം ഇൻകറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യണം, നിങ്ങൾക്ക് പ്രത്യേകം ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഇൻകറക്റ്റ് ആയിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10/8/2024 മുതൽ 11/8/2024 വരെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടാകും. അതുപോലെ തന്നെ SSC നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ എക്സാമിൻ്റെ ടെനേറ്റീവ് ഡേറ്റും പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കറിയാം ടയർ 1, ടയർ 2 അങ്ങനെ 2 സെക്ഷൻസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പോൾ ടയർ 1ൻ്റെ എക്സാം വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ്. അതിനുശേഷം ടയർ 1 നിശ്ചിത മാർക്ക് വാങ്ങിച്ച് ക്വാളിഫൈ ആയവർക്ക് മാത്രമേ ടയർ 2 അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് നമുക്കറിയാം നോർമലൈസേഷൻ സ്റ്റാൻഡേർഡൈസേഷൻ പ്രൊസീജിയർ ഒക്കെ ടയർ 1 ഉണ്ടാകും. അപ്പോൾ അതിനുശേഷം ഫൈനലൈസ് ചെയ്യുന്ന അല്ലെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ടയർ 2 എക്സാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഡിസംബർ 2024 എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനിയും 4 പേ സ്കെയിലായിട്ടാണ് ഇപ്പം ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അതായത് ലെവൽ 4, 5, 6, 7 അങ്ങനെയാണ് ആ പേ ലെവൽ വരുന്നത്. അതിൽ നമുക്ക് പേ ലെവൽ 7-ലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 44,900 മുതൽ 1,42,400 രൂപ വരെയുള്ള ഒരു സ്കെയിൽ ഓഫ് പേയിലാണ് നിങ്ങൾക്ക് ഇവിടെ ജോലി ലഭിക്കുക. നമുക്കറിയാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ വിവിധ ഡിപ്പാർട്ട്മെന്റിലായിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ അങ്ങനെ പോകുന്നു പേ ലെവൽ 7-ലെ പോസ്റ്റുകൾ. അപ്പം ഞാൻ കുറച്ച് പോസ്റ്റുകൾ പ്രത്യേകം പറയുന്നുണ്ട്. ആ പോസ്റ്റുകളിൽ മാത്രം സെപ്പറേറ്റ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഡിഗ്രി വേണ്ടി വരും. അതുപോലെ മറ്റ് ചില ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും വേണ്ടി വരുന്ന കുറച്ച് പോസ്റ്റുകളുണ്ട്. അതൊഴികെ ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഗ്രാജുവേഷനാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഏതൊക്കെയാണ് എക്സംഷൻസ് ഉള്ള പോസ്റ്റ് എന്നുള്ളത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ലെവൽ 6-ൽ വരുന്ന പോസ്റ്റുകളാണ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, അതുപോലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷൻ അക്കൗണ്ടന്റ്, സബ് ഇൻസ്പെക്ടർ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അങ്ങനെ പോകുന്നു പേ ലെവൽ 6-ലുള്ള പോസ്റ്റുകൾ. അപ്പോൾ പേ ലെവൽ 6-ലുള്ള പോസ്റ്റുകൾക്ക് ലഭിക്കുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് പേ ലെവൽ 6-ലുള്ള പോസ്റ്റുകൾക്ക് ലഭിക്കുക. നമുക്കറിയാം ബേസിക് പേയിലൂടെ ഒരുപാട് ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ജോലികൾക്ക് ഉണ്ട്. അതായത് ബേസിക് പേയുടെ 50% തന്നെയാണ് DA ആയിട്ട് തന്നെ ലഭിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് 35,400 രൂപ എന്ന് പറയുന്ന ഒരു ബേസിക് പേയിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലവൻസും മറ്റ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വളരെ നല്ലൊരു മാന്യമായ സാലറി തന്നെ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ജോലികളിൽ ലഭിക്കുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ തയ്യാറെടുപ്പുകൾ എത്രയും വേഗം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതാണ്. കാര്യം ടെനേറ്റീവ് ഡേറ്റ് ഉൾപ്പെടെയാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ കാണുന്നവർ എത്രയും വേഗം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനായിട്ട് മുന്നോട്ട് പോവുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പേ ലെവൽ 5-ലുള്ള പോസ്റ്റുകളാണ് അടുത്തത്. 29,200 മുതൽ 92,300 വരെയാണ് അവിടെ സ്കെയിൽ ഓഫ് പേ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓഡിറ്റർ, അക്കൗണ്ടന്റ് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് 29,200 മുതൽ 97,300 വരെ ഒരു സ്കെയിൽ ഓഫ് പേയിലാണ് നിങ്ങൾ അതിൽ പോസ്റ്റ് ആവുക. ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ പേ ലെവൽ 4-ലെ പോസ്റ്റുകളാണ് അടുത്തത്. അത് 25,500 മുതൽ 81,100 വരെയാണ് അവിടുത്തെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. അത് പോസ്റ്റൽ അസിസ്റ്റന്റ്, അതല്ലെങ്കിൽ സോർട്ടിംഗ് അസിസ്റ്റന്റ്, അതുപോലെ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ടാക്സ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ അങ്ങനെ പോകുന്നു അവിടുത്തെ പോസ്റ്റുകൾ. ഓക്കെ, ഏജ് ലിമിറ്റ് പല പോസ്റ്റുകൾക്കും ഡിഫറെൻ്റ് ആണ്. എന്നാലും ഞാനൊരു കോമൺ ആയിട്ട് ഒരു ഏജ് ലിമിറ്റ് പറയുകയാണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ഒരു പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മിക്ക പോസ്റ്റുകളിലോട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ മറ്റ് ചില പോസ്റ്റുകൾക്ക് മാത്രം ഏജ് ലിമിറ്റിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിനും അതത് ഏജ് റിലാക്സേഷനും ഇതിൻ്റെ കൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്ന പോസ്റ്റുകൾ ഒഴികെ ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ.
ഓക്കെ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞൊരു തസ്തികയുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ്. പക്ഷേ നിങ്ങൾ മാത്തമാറ്റിക്സ് +2 ലെവലിൽ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല 60% മാർക്ക് നിങ്ങൾക്ക് മാത്സിൽ വേണം എന്നുള്ളൊരു കണ്ടീഷനും ഇവിടെ പറയുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിഗ്രി അല്ലെങ്കിൽ ബിരുദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2 എന്ന് പറയുന്ന മറ്റൊരു പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഡിഗ്രിയാണ് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2ന്റെ ക്വാളിഫിക്കേഷൻ. പക്ഷേ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർബന്ധമായും നിങ്ങളുടെ ബിരുദ കാലയളവിനുള്ളിൽ പഠിച്ചിരിക്കണം എന്നൊരു കണ്ടീഷൻ ഇവിടെ ഉണ്ടാകും. അപ്പം ബാക്കിയുള്ള പോസ്റ്റുകളെല്ലാം, അതായത് ഇപ്പം ഇൻസ്പെക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിറ്റർ ആയിക്കോട്ടെ, മറ്റു പോസ്റ്റുകളെല്ലാം തന്നെ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് ഉണ്ട്, റിസർച്ച് അസിസ്റ്റന്റ് ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇവിടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഡിഗ്രിയാണ്. പക്ഷേ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടി പറയുന്നുണ്ട്. അതായത് മിനിമം 1 ഇയർ റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് റിസർച്ച് എക്സ്പീരിയൻസ് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ 1 വർഷത്തെ റിസർച്ച് എക്സ്പീരിയൻസും അല്ലെങ്കിൽ ലോയിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിലോ ഉള്ള ഒരു ഡിഗ്രിയും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് ഈ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിലുള്ള ഈ പോസ്റ്റിന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിർബന്ധമല്ല. പക്ഷേ ഈ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള കാൻഡിഡേറ്റ്സ് വരുവാണെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓൾ അതർ പോസ്റ്റ് ബാച്ചിലർ ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലന്റ് എന്ന് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല നിങ്ങൾ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പറഞ്ഞ പോസ്റ്റുകളിലോട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങളുടെ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഈ 1/8/2024 മുമ്പോ അല്ലെങ്കിൽ അന്നോ പൂർത്തിയാക്കിയിരിക്കണം എന്നുള്ള ഒരു നിബന്ധന ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ഇയർ പഠിക്കുന്നവരാണ്, ഇപ്പോൾ ലാസ്റ്റ് സെമ്മൊക്കെ ഡിഗ്രി പഠിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പൂർത്തിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോസ്റ്റുകളോടെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വേക്കൻസീസ് നോക്കാം. ഈ പറഞ്ഞ എല്ലാ പോസ്റ്റുകളിലുമായിട്ട് 17,727 വേക്കൻസീസ് ആണ് ടെനേറ്റീവായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഇതിലധികം വേക്കൻസീസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലി എന്നൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു പടിവാതിലാണ് ഈ SSC CGLന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയം തന്നെയാണ്. ഡിഗ്രി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു ജോലി തന്നെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള കുറേ പോസ്റ്റുകൾ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ തസ്തികയിലോട്ട് അപ്ലൈ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.gov.in എന്ന് പറയുന്ന പോർട്ടലിലൂടെ വേണം നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെയുണ്ട്. നമുക്കറിയാം SSCയുടെ മുമ്പുള്ള വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ssc.nic.in ആയിരുന്നു. അപ്പം അവിടെ 1 ഡേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയ ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അല്ലെങ്കിൽ നിർബന്ധമായും ssc.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ നിങ്ങളുടെ 1 ഡേ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 ഡേ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ മുമ്പ് സൂചിപ്പിച്ച പോസ്റ്റുകളോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അതല്ല നിങ്ങൾക്ക് ഓൾറെഡി ssc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ 1 ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാകും. അതായത് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. അതുപോലെ വുമൻ കാൻഡിഡേറ്റ്സിനും അതുപോലെ റിസർവേഷൻ ഉള്ള മറ്റ് കാൻഡിഡേറ്റ്സ് ആയ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റീസ് ഒക്കെ ഉള്ളവർക്കും അതുപോലെ എക്സ് സർവീസ്മെൻസിനും ഒക്കെ ഫീസ് എക്സംഷൻസ് ഉണ്ടാവും. അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും 100 രൂപ എന്ന് പറയുന്ന ഈ ഒരു പേയ്മെന്റ് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പേയ്മെന്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ 28 അതുപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരുന്ന 27, അതായത് ജൂലൈ 27 വരെ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും. നമുക്കറിയാം ഓൾ ഇന്ത്യ വെബ്സൈറ്റ് ആണ് ssc.gov.in എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ സൈറ്റ് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. സോ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. അപ്പം SSC CGLുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ്, അതായത് സിലബസ് ഡിസ്കഷൻ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ബിഗ് ലേണിംഗിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചസ് ബിഗ് ലേണിംഗിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓഫ്ലൈൻ ബാച്ച് വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ അടൂർ ക്യാമ്പസിൽ, ബിഗ് ലേണിംഗിന്റെ അടൂർ ക്യാമ്പസ് വെച്ചിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ വരുന്നത്. അതുപോലെ ഓൺലൈൻ ആയിട്ട് നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.